ഓരോ കഥയും ഒരു യാത്രയാണ്. ചിലപ്പോൾ ആ കഥ നമ്മളെ തിരികെ വിളിക്കുന്നു ഫിക്ഷനിൽ നിന്ന് ജീവിതത്തിലേക്ക്. ഞാൻ ദാവൂദ് പി മുഹമ്മദ്, ആത്മപങ്കാളികളുടെ രചയിതാവ്. ആത്മപങ്കാളികൾ എഴുതുമ്പോൾ ഫെമിയുടെ യാത്ര നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെടുമെന്ന് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവളുടെ കഥ നിങ്ങളെ എവറസ്റ്റിലേക്ക് വിളിക്കുകയാണ്. വായിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ യാത്ര നടത്താനുള്ള സമയമായിരിക്കുന്നു. ആത്മപങ്കാളികളുടെ 5 വായനക്കാർക്ക് ഫെമി നടന്ന വഴികളിലൂടെ നടക്കാം. ഒരു ഹിമാലയൻ യാത്ര എൻ്റെ കൂടെ, തീർത്തും സൗജന്യം. ഇത് വെറുമൊരു മത്സരമല്ല, നമ്മൾ പങ്കിട്ട കഥയുടെ തുടർച്ചയാണ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോയേക്കാം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു യാത്രക്കായി തയ്യാറാവുക. ചെയ്യേണ്ടത് ഇത്രമാത്രം: ആത്മപങ്കാളികളുടെ ഒരു കോപ്പി വാങ്ങുക, പുസ്തകത്തിൻ്റെ കൂടെയുള്ള ഫോട്ടോയും ഈ വീഡിയോയും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുക, വ്യൂവേഴ്സിൻ്റെ നമ്പർ സഹിതം സ്ക്രീൻഷോട്ട് ആക്കുക. ആത്മപങ്കാളികളെക്കുറിച്ച് 1.5 പേജെങ്കിലും ആസ്വാദനം എഴുതുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങളുടെ അവലോകനവും പുസ്തകത്തോടൊപ്പമുള്ള ഫോട്ടോയും ആത്മപങ്കാളികൾ എന്ന ഹാഷ്ടാഗോടെ പോസ്റ്റ് ചെയ്ത് എന്നെ ടാഗ് ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെടുന്ന 25 ആസ്വാദനങ്ങൾ പുസ്തക രൂപത്തിലാക്കുന്നതാണ്. ഏറ്റവും പ്രചോദനം നൽകുന്ന 5 പേർ എന്നോടൊപ്പം ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ അടിത്തട്ടിലേക്ക് നടക്കും. അവിടെ ഫിക്ഷൻ യാഥാർത്ഥ്യവുമായി കണ്ടുമുട്ടും. ഓർക്കുക, വിധി ഒന്നും വെറുതെ നൽകുന്നില്ല. വിധിയിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ ആത്മപങ്കാളികൾക്ക് ഓർഡർ ചെയ്യുക. ആത്മപങ്കാളികൾ മനസ്സറിഞ്ഞ് വായിക്കുക. വാക്കുകൾ കൊണ്ട് യാത്രാഭാണ്ഡം ഒരുക്കുക. നിങ്ങളുടെ ചിന്തകൾ ലോകവുമായി പങ്കിടുക. ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രക്കായി തയ്യാറാവുക. നിങ്ങളുടെ വാക്കുകളെ കാൽപ്പാടുകളാക്കി മാറ്റാം. വരൂ, നമുക്ക് എവറസ്റ്റിന് താഴ്ന്ന് ഒരു സെൽഫി എടുക്കാം.